നാളുകളായി ഉപയോഗശൂന്യമായി കിടന്ന വെഞ്ചേമ്പ് പുതുവീട്ടിൽ ചിറ വിവാദത്തിലേക്ക്. പണി നടത്താതെ ബില്ല് മാറുകയും ചെളി ശേഖരിച്ച് വിൽക്കുകയും ചെയ്ത ചിറയുടെ പേരിൽ വൻ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആരോപണം. കരവാളൂർ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ വെഞ്ചേമ്പ് പുതുവീട്ടിൽ ചിറ വിവാദത്തിലേക്ക്. ഈ ചിറ ഉപയോഗശൂന്യമായിട്ട് നാളുകൾ ഏറെയായി. കാലാകാലങ്ങളായി ഇവിടെ മാറി മാറി വരുന്ന തദ്ദേശ ഭരണ സംവിധാനങ്ങളുടെ ഫണ്ടുകളും സംസ്ഥാന കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളും ഉൾപ്പെടെ ഏതാണ്ട് നല്ലൊരു തുക വർഷാവർഷങ്ങളിൽ ഈ ചിറയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് പൊതുജനങ്ങൾക്ക് യാതൊരു തരത്തിലും ഉപയോഗപ്രദമായിട്ടില്ല. ചിറയുടെ പുനരുദ്ധാരണം എന്ന പേരിൽ ചെളിവാരി വിൽക്കുകയും ഉദ്യോഗസ്ഥരുടെ സ്വാധീനത്താൽ പണി പൂർത്തീകരിക്കാതെ ബില്ലുകൾ മാറുകയുമാണ് പതിവെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഏതാണ്ട് 1 ഏക്കറിൽ പുറത്ത് ജലസ്രോതസ്സുള്ള ഒരു ചിറയാണ് ഈ പുതുവീട്ടിൽ ചിറ. ഈ പുതുവീട്ടിൽ ചിറയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് ഇവിടുത്തെ ഈ ചിറയിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. മറ്റ് കുളിക്കുന്നതിനും മറ്റ് കന്നുകാലികൾക്കും ഈ മണപ്പള്ളി ഏരിയയിലേക്കുള്ള ഈ ഏരിയയിലേക്കുള്ള കൃഷിയിടങ്ങൾക്ക് വേണ്ടിയുള്ള ജലസ്രോതസ്സിലെ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നതെന്ന് പറയുന്നത് ഈ പുതുവീട്ടിൽ ചിറയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 20 വർഷം കൊണ്ട് ഈ പുതുവീട്ടിൽ ചിറയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും ശരി തന്നെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയാലും ശരി തന്നെ, ഗ്രാമപഞ്ചായത്തിൻ്റെ ആയാലും ശരി തന്നെ, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ശരി തന്നെ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലുള്ള ആയാലും ശരി തന്നെ ഒട്ടനവധി ഫണ്ടുകൾ ഈ ജലസ്രോതസ്സിന് വേണ്ടി ഇവിടെ ഈ ചിറയ്ക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഈ ചിറ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ തുക വിനിയോഗിക്കുന്നതനുസരിച്ച് ജനങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് പ്രയോജനപ്പെടുന്നില്ല. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പ് ചിറയിലെ വെള്ളം നിൽക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിലെ വെള്ളം ഒലിച്ചു പോവുകയും പായൽ മൂടിയും കാടുപിടിച്ചും ചിറ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പിന്നിൽ നടന്ന അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുകയും ചിറ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ട നിയമ നടപടികൾ അധികാരികൾ സ്വീകരിക്കുമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സുജിത് സുരേന്ദ്രൻ, ന്യൂസ് ബ്യൂറോ, പുനലൂർ.